സെക്കൻഡ് ഇയർ റിവിഷൻ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഫോർമുലേഷൻ ആണ് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ്. അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ ഒരു ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മുമ്പ് പഠിച്ചിരുന്നത്, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് സാധാരണ നമ്മൾ ന്യൂട്രോണിയൻ മെക്കാനിക്സിൽ നമ്മളൊരു വസ്തുവിന്റെ പൊസിഷനെയും മൊമെന്റം ഇതുപോലത്തെ ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡയറക്ഷൻ അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു അതിന്റെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലഗ്രാഞ്ചിനും ഹാമിൽട്ടണും കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന അതിന്റെ എനർജിയെ കുറിച്ചാണ്. ഓക്കെ, എനർജി ഓഫ് ദ സിസ്റ്റത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എനർജിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള കണ്ടീഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ലഗ്രാഞ്ചിയനിൽ എനർജിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസിനെ കുറിച്ചാണ്. ഓക്കെ, കൺസ്ട്രെയിൻസ്. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു മോഷൻ നടക്കുന്നു, ആ ഒരു മോഷൻ നമുക്കൊരു റെസ്ട്രിക്ഷൻ വെക്കുവാണ്. ഓക്കെ, ആ ഒരു റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കൺസ്ട്രെയിൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു ബെറ്റർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രെയിന്, ഓക്കെ, ഒരു ട്രെയിനെ സംബന്ധിച്ചിട്ട് അതിന് പാളത്തിൽ കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. ട്രെയിൻ ഒരിക്കലും ആ പാളം വിട്ടിട്ട് അതിന് പുറത്തോട്ടോ മുകളിലോട്ടോ താഴോട്ടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ആ ട്രെയിനിനെ സംബന്ധിച്ച് ആ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, അത് ആ ഒരു ട്രാക്കിൽ എന്താണ്, കൺസ്ട്രെയിൻഡ് ആണ്, അതിന്റെ മോഷൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അത് നമുക്ക് റെസ്ട്രിക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, നമ്മൾ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിമ്പിൾ പെൻഡുലം, നമ്മൾ സാധാരണ സിമ്പിൾ പെൻഡുലം എന്താണ് ചെയ്യണേ, ഒരു ബോബ് ഉണ്ടാവും. ഓക്കെ, ഒരു ബോബ് ഉണ്ടാവും, ഒരു സ്ട്രിങ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ട്രിങ് ലെങ്ത് നമ്മൾ സാധാരണ 50 സെന്റിമീറ്റർ എന്നും 30 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ 30 സെന്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ് നമ്മളോട് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ ഒരു എക്സ്പെരിമെന്റിൽ, പ്രൊസീജിയറിൽ. അപ്പോൾ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് മീൻസ് അവിടെ എക്സ്റ്റൻഷൻസ് ഇല്ല, റബ്ബർ ബാൻഡ് പോലെ നമുക്ക് വലിക്കാനും പറ്റില്ല. കറക്റ്റ് 30 സെന്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 30 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ഓസ്ലേഷൻ സിമ്പിൾ പെൻഡുലം ഇങ്ങനെയല്ല ഓസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓസ്ലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇതിന്റെ ഓസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ആ ഒരു പ്ലെയിനിൽ റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ എന്നല്ല, ആ സ്ട്രിങ്ങിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇതെല്ലാം എന്താണ്, ഇതിനവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിൽ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഫോർമുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഓരോ കണ്ടീഷൻസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻ മോഷൻ എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, കൺസ്ട്രെയിൻസിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റേഷൻ ഇൻ ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ എ സിസ്റ്റം. ഒരു പാർട്ടിക്കിളിന്റെയോ ഒരു സിസ്റ്റത്തിന്റെയോ അതിന്റെ മോഷന് ഉണ്ടാകുന്ന തടസ്സത്തെ നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. ട്രെയിനിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ ഉണ്ട്. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു മാല മൊത്തം എടുത്തിട്ട് ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, മാലക്കല്ല എടുത്തിട്ട് സ്ട്രിങ്ങിൽ ഇടുന്നു. അപ്പോൾ ആ ഒരു സ്ട്രിങ്ങിന്, ആ ഒരു മാലക്കല്ലെ സംബന്ധിച്ച സ്ട്രിങ്ങിൽ മുകളിലോട്ടും താഴോട്ടും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതൊരു സ്ട്രിങ് ആണ്, ആ സ്ട്രിങ്ങിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു മാലക്കല്ല് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബീഡ്, ഓക്കെ, അതിന് മുന്നോട്ടും പിന്നോട്ടും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. മുകളിലോട്ടോ താഴോട്ടായിട്ടോ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആകെയുള്ളത് ഈ ഒരു മോഷൻ മാത്രമാണ്. അപ്പോൾ അതിന് ആ ഒരു വൺ ഡയമെൻഷനിൽ എന്താണ്, അതിന്റെ മോഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ കൺസ്ട്രെയിൻഡ് മോഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസ്ട്രെയിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഒന്നെന്ന് പറയുന്നത് ഹോളോനോമിക് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്നും മറ്റൊന്നിന് പറയുന്നത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രെയിൻസിനെ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ വൈസ്, ഓക്കെ, അതായത് ഹോളോനോമിക് കൺസ്ട്രെയിൻ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ വൈസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു കൺസ്ട്രെയിൻഡ് മോഷന് ഒരു ഇക്വേഷൻ വൈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് എന്ത് പറയാം, ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഇൻ കേസ് നമുക്ക് അതിനെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ എന്ത് പറയുന്നുണ്ട്, നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് രണ്ട് വിധമുണ്ട്, ഒന്ന് ഹോളോനോമിക്കും മറ്റൊന്ന് നോൺ ഹോളോനോമിക്കും ആണ്. അപ്പോൾ ഹോളോനോമിക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇക്വേഷൻ വൈസ് ഒരു കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്, ഇല്ലെങ്കിൽ എന്ത് പറയും,
നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും അറിഞ്ഞിരിക്കുക. ഹോളോനോമിക് എന്താണ്, നോൺ ഹോളോനോമിക് എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഹോളോനോമിക് കൺസ്ട്രെയിൻ കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്തും അത് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ലെങ്തിന്റെ ഇതിൽ ബേസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ മറ്റൊന്ന് റിജിഡ് ബോഡി ഡൈനാമിക്സിൽ റിജിഡ് ബോഡിയുടെ എക്സാമ്പിൾസ് നമുക്ക് എന്താണ് ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾസ് ആണ്. റിജിഡ് ബോഡിയുടെ ഓരോ പാർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അത് നമുക്ക് എന്ത് പറയാം, ഇതൊരു ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇക്വേഷൻ വൈസ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം നോൺ ഹോളോനോമിക് ആയിരിക്കും. ഓക്കെ, ഇതിൽ നോൺ ഹോളോനോമിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഒരു പ്ലെയിനിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഓക്കെ, ഒരു ബോൾ ഇരിക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഇരിക്കുവാണ്. അപ്പോൾ ഇതിലൊരു ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ആ റോൾ ചെയ്ത് വരുന്നത് നമുക്ക് അത് പെട്ടെന്ന് അതിന്റെ ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ പറ്റില്ല, ആ ഒരു കണ്ടീഷൻ. അപ്പോൾ അതിനെ പറയുന്നത് എന്താണ്, ആ ഒരു കണ്ടീഷന് നമുക്ക് അവിടുത്തെ ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് അല്ലെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ച് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ക്ലാസ്സുകളിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ടോപ്പിക്കും ഒന്നുകൂടി എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ടൈമിൽ തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയതൊക്കെ തീരെ മനസ്സിലാവില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണുക, വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് നോക്കിയ ടോപ്പിക്സ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും മിക്കവരും ചോദിക്കുന്നത് ഈ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്താണ്, നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് തന്നെ വീണ്ടും നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോളോനോമിക് കൺസ്ട്രെയിൻസിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡന്റ്. ഓക്കെ, ടൈം ഡിപ്പെൻഡന്റും മറ്റൊന്ന് എന്താണ്, ടൈം ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് രണ്ടായി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ടൈം ഡിപ്പെൻഡന്റ് ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്നും മറ്റൊന്നിന് എന്ത് ചെയ്യാം, ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് രണ്ട് ബേസിസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയും. ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ സാധാരണ ഈ ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഒരു മോഷൻ എക്സ്പ്രസ് ചെയ്യാനോ അതുപോലെ തന്നെ ആ ഒരു പാർട്ടിക്കിളിന്റെ ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തെ എന്ത് പറയുന്നത്, നമ്മൾ അതിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയും. ഓക്കെ, ദ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് റിക്വയർഡ് ടു റെപ്രസെന്റ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് കോൾഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ ആ ഒരു കോർഡിനേറ്റ് പ്രത്യേകത അത് ബാക്കി പാരാമീറ്റേഴ്സിനൊന്നും എന്ത് ചെയ്യുന്നില്ല, അതവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഈ ഒരു ഒരു പാർട്ടിക്കിളിന്റെ മോഷനെയോ അല്ലെങ്കിൽ അതിന് ആ ഒരു ഇക്വേഷൻ ബേസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഡിപ്പെൻഡ് മാത്രം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് എക്സ് ആക്സ് ആണ് അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വൈയും ഇസഡും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു n പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, 3n കോർഡിനേറ്റ് വേണം. ഓക്കെ, 3n കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ n പാർട്ടിക്കിൾസിന്റെ മോഷൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് അവിടെ 3n കോർഡിനേറ്റ് സിസ്റ്റംസ് എന്താണ് അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതിന് എത്രത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ ലെങ്തിൽ ഏതൊക്കെ ഒരു ഡയമെൻഷൻ വൈസ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് പ്ലെയിൻ ആണ് ഉള്ളതെങ്കിൽ എക്സ് വൈ സെഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ പാർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ആ എക്സ് ആക്സിൽ മോഷൻ ഉണ്ടാവും, വൈ ആക്സിൽ മോഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇസഡ് ആക്സിൽ എന്ത് ചെയ്യും, അവിടെ ഒരു മോഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് Q1 Q2 Q3 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ പറയുന്നത്. അത് നമ്മൾ ആ ഒരു ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മൾ QK എന്നും PK എന്നൊക്കെ പറയുന്നത് പിന്നീട് ഓരോ വാല്യൂസ് ആയിട്ട് മാറുന്ന നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അത് കൂടുതൽ നമ്മൾ ഹാമിൽട്ടൺ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വാല്യൂസ് ആയിട്ട് ചിലപ്പോൾ തീറ്റ വാല്യൂഡ് ആയിട്ടും അല്ലെങ്കിൽ അതൊരു എൽസിന്റെ വാല്യൂ ആയിട്ടും ഓരോ കണ്ടീഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾ ആ ഒരു എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹാമിൽട്ടണിലും ലഗ്രാഞ്ചിലും നമ്മൾ എഴുതുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അത് നമ്മൾ QK PK എന്ന് പറയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇക്വേഷൻ അവിടെ എക്സ് ഡോട്ട് എന്നും
തീറ്റ ഡോട്ട് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് അവിടെ ഈ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന കണ്ടീഷൻ വരുന്നത്. അതായത് നമുക്ക് ആ ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കോർഡിനേറ്റ്, അത്രേ ഉള്ളൂ മീനിങ്. ഓക്കെ, ആ ഒരു ഇപ്പോൾ ഫോർ ഒരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലം പറയുന്നു. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിച്ചിട്ട് അതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, അവിടുത്തെ തീറ്റ ആയിരിക്കും. ഓക്കെ, തീറ്റ വാല്യൂ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ തീറ്റയാണ് എന്ത് പറയുന്നത്, അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് Q1 Q2 Q3 എക്സെട്ര Q3n മൈനസ് കെ എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓരോന്നിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും അതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റുകളുടെ വാല്യൂസ് മാറും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റിന് കറക്റ്റ് ഒരു ഡയമെൻഷൻ ലെങ്ത് തന്നെ വേണമല്ലോ. പക്ഷെ നമ്മൾ ന്യൂട്ടന്റെ ലോസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും ന്യൂട്ടന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമ്മൾ മിക്കപ്പോഴും ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത് വൈസ് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് ഡി എന്ന് പറഞ്ഞൊരു പോയിന്റിലോട്ട് ഒരു വസ്തു എത്തി. അപ്പോൾ അത് ഈ ഒരു ഡിസ്റ്റൻസ്, സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസോ കർവ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് ലെങ്തിന്റെ ഒരു പാരാമീറ്റർ ആണ്. പക്ഷേ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലെങ്തിന്റെ ഡയമെൻഷൻ തന്നെ വേണമെന്നില്ല. ഇതിന് എന്ത് ചെയ്യാം, എന്ത് വേണോ എടുക്കാം. ഓക്കെ, ഒന്നുകിൽ ആംഗിൾ ആവാം, ഫോഴ്സ് ആവാം, ലാറ്റിറ്റ്യൂഡ് ആവാം, ലോങ്സ്റ്റിറ്റ്യൂഡ് ആവാം, എന്ത് വാല്യൂസും എന്ത് ചെയ്യാം അവിടെ വരാം. ചിലപ്പോൾ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയുടെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏതാണ് ഒരു കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഒരു കോർഡിനേറ്റ് എന്ത് പറയാം, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ അടുത്ത് നിങ്ങൾ കാണുന്ന ഒരു ടേം ആണ് വിർച്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ വിർച്വൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വിർച്വൽ വർക്ക് അഥവാ ഡെൽറ്റ ആർ എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഇമേജിനറി ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വിർച്വൽ വർക്കിൽ നമ്മൾ സാധാരണ ഒരു ഇമേജിനറി ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ വിർച്വൽ വർക്ക് എന്ന് പറയുമ്പോൾ ഇമേജിനറി മീൻസ് അതിനകത്ത് നമുക്ക് ശരിക്കും ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു, പക്ഷെ ടൈമിൽ എന്തില്ല, ഒരു ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ടൈം ഫ്ലോ ഇല്ലാത്ത രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിർച്വൽ വർക്ക് എന്ന് പറയാം. ഓക്കെ, ഇത് വിർച്വൽ വർക്ക് വിച്ച് ഈസ് എ ഇമാജിനറി ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് മീൻ ദർ ഇസ് നോ പാസേജ് ഓഫ് ഡയറക്റ്റ് ടൈം ഡ്യൂറിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ടൈം ഫ്ലോ ഇല്ലെങ്കിൽ അതിന് എന്ത് പറയാൻ പറ്റും, വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സാധാരണ അറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ല, വർക്ക് എന്ന് പറയുന്നത് F×S ആണ്. ഓക്കെ, F×S അല്ലെങ്കിൽ F×ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. നമ്മൾ എസിന്റെ സ്ഥാനത്ത് ഫോഴ്സ് ഇൻറ്റു ഈ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ എന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് W എന്ന് പറയുന്നത് എന്താ മാറും, ഇറ്റ് ഈസ് എ വിർച്വൽ വർക്കായിട്ട് മാറും. ഓക്കെ, അതായത് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഒരു അപ്ലൈഡ് ഫോഴ്സ് അവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും, അതൊരു വിർച്വൽ വർക്കായിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? അത് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ടൈം ഫ്ലോ ഇല്ലാത്ത രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതൊന്നാണ് നമ്മൾ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതെന്തായിട്ട് മാറും, അവിടുത്തെ വിർച്വൽ വർക്കായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ സാധാരണ നമുക്ക് ഒറ്റ ഫോഴ്സ് എന്നല്ല, ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഇതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, 1 2 3 4 ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാത്തിന്റെയും സമ്മേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഓരോന്നിലും അപ്ലൈ ആവുന്ന ഫോഴ്സ് നമുക്ക് Fi എന്ന് കൊടുക്കാം ഇൻറ്റു ഡെൽറ്റ ആർ ഐ. ഓക്കെ, അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണെങ്കിൽ F1 ഇൻറ്റു ഡെൽറ്റ R1, സെക്കൻഡ് ആണെങ്കിൽ F2 ഇൻറ്റു ഡെൽറ്റ R2. അപ്പോൾ നമ്മൾ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ കംപ്ലീറ്റ് സമ്മേഷൻ ആയിരിക്കും സിഗ്മ Fi ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ഓക്കെ, ഒരു സിസ്റ്റം വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടുത്തെ വിർച്വൽ വർക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ബേസിസിലാണ് ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ ഇതും എക്സാമിനേഷൻ ചോദിക്കുന്ന കാര്യമാണ്. ഈ വിർച്വൽ വർക്കൊക്കെ ചിലപ്പോൾ 1 മാർക്ക് ആയിട്ട് ചോദിക്കാം, ഒരു മാർക്ക് ഒന്നും കാണത്തില്ല, 1 മാർക്ക് ആയിട്ടോ 2 മാർക്ക് സെക്ഷനിലൊക്കെ ഒരു സെക്ഷൻ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. ഈ ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ അപ്പോൾ എന്താണ് ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഇപ്പോൾ ഡി അലംബേഴ്സ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ സിഗ്മ Fi മൈനസ് Pi ഇൻറ്റു ഡെൽറ്റ ആർ ഐ ഈസ് ഈക്വൽ ടു 0.
ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഡി അലംബസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ലോ യൂസ് ചെയ്തിട്ടാണ്. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എടുക്കും. അതെന്താണ്? പി ഡോട്ട് ആണ്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു പി ഡോട്ട് അറിയാലോ. ഡി പി ബൈ ഡി ടി എഴുതുന്നതിന് പകരം ഡി പി ബൈ ഡി ടി എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? പി ഡോട്ട് എന്ന് കൊടുത്താൽ മതി. പി ഡോട്ട്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു പി ഡോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എഫ് മൈനസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി എഫ് മൈനസ് പി ഡോട്ട് എന്ന് മാത്രമായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മൈനസ് ഈ ഒരു ഫോഴ്സ് മൈനസ് മൊമെന്റം. ഓക്കെ, ഫോഴ്സ് മൈനസ് മൊമെന്റം എന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ മാറ്റി നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഫോഴ്സ് മൈനസ് മൊമെന്റം ഡെറിവേറ്റീവ്, ഓക്കെ, ഒരു 0 അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അതിനൊരു ഡെൽറ്റ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ഡി അലംബസ് പ്രിൻസിപ്പിൾ അവിടെ കിട്ടുന്നത്. ഓക്കെ, ഡി അലംബസ് പ്രിൻസിപ്പിൾ. അപ്പോൾ സിഗ്മ എഫ് ഐ മൈനസ് പി ഐ ഇൻറ്റു ഡെൽറ്റ ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇറ്റ് ഈസ് കോൾഡ് ഡി അലംബസ് പ്രിൻസിപ്പിൾ. ഇതിന്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം? ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. ഡെറിവേഷൻ ഓഫ് ഡി അലംബസ് പ്രിൻസിപ്പിൾ ഫ്രം ലഗ്രാഞ്ചി ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഫ്രം ഡി അലംബസ് പ്രിൻസിപ്പിൾ. നമുക്ക് അങ്ങനെ ഒരു ഡെറിവേഷൻ ഞാൻ ക്ലാസ്സിൽ എടുത്തെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാനത് നോക്കട്ടെ. ഞാനത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ എടുത്തതായിട്ട് നോക്കട്ടെ, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അതിൻ്റെ ഒരു കേസ്. ഓക്കെ, അപ്പോൾ അടുത്ത് ഈ ചാപ്റ്ററിന്റെ ടോപ്പിക് എന്ന് പറയുന്ന ലഗ്രാഞ്ചീസ് ഇക്വേഷൻ ആണ്. ഓക്കെ, ലഗ്രാഞ്ചീസ് ഇക്വേഷൻ. അപ്പോൾ ലഗ്രാഞ്ചീസ് ഇക്വേഷനും ലഗ്രാഞ്ചിനും എന്താണെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ലഗ്രാഞ്ചിൻ ഓഫ് ഈ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി. അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ലഗ്രാഞ്ചിയൻ. ഇനി ലഗ്രാഞ്ചീസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല എഴുതേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡെറിവേഷൻ ചെയ്യുമ്പോഴും ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. ഓക്കെ, കാരണം തെറ്റാണത്. ഓക്കെ, ലഗ്രാഞ്ചിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി മൈനസ് വി തന്നെ. ഓക്കെ, വാട്ട് ഈസ് ലഗ്രാഞ്ചിയൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ലഗ്രാഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് ഔട്ട് തരും. ഓക്കെ, പക്ഷേ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ Q dot J. Okay, Q dot J minus dou L by dou QJ. ഈ ക്യൂ എന്തെന്നറിയാലോ? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഏതാണോ സിസ്റ്റം അതനുസരിച്ച് എന്ത് ചെയ്യും? ഐ ക്യൂവിന്റെ വാല്യൂ അവിടെ ചേഞ്ച് ആവും. നമുക്ക് ഇതിനടുത്ത് ആ എക്സാമ്പിൾസ് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ഐഡിയ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ലഗ്രാഞ്ചീസ് ഇക്വേഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലം തന്നെ അല്ലെങ്കിൽ ആറ്റോമിക് മെഷീൻ ഇതുപോലുള്ള ഡിവൈസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐഡിയാസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദറ്റ് ഇസ് ടി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഇസ് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എൽ എന്തെന്ന് ചോദിക്കുന്ന സമയത്താണ് എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ ലഗ്രാഞ്ചിൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അല്ലെങ്കിൽ ലഗ്രാഞ്ചിൻ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. ഓക്കെ, ലഗ്രാഞ്ചിസ് ഇക്വേഷൻ നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു ജനറലൈസ്ഡ് ഫോഴ്സിന്റെയും ഇതിന്റെയൊക്കെ ബേസിലാണ് എന്ത് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ നമ്മളവിടെ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നുകൂടി എടുത്ത് നോക്കുക സെക്ഷനിൽ. ഓക്കെ, ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്ന ആ ഒരു ഡെറിവേഷൻ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആ ഒരു സെക്ഷനിൽ. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് നോക്കുക ലഗ്രാഞ്ചിസ് ഇക്വേഷൻ, കാരണം അത് എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലഗ്രാഞ്ചിസ് ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇതിനെ തന്നെയാണ് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നും അറിയപ്പെടും. കാരണം ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ ഓരോ ഡിവൈസസിന്റെയും അല്ലെങ്കിൽ ഓരോ ഇതിന്റെയൊക്കെ മോഷനെ കുറിച്ചൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതോടെ ഒന്ന് നോക്കുക ലഗ്രാഞ്ചിസ് ഇക്വേഷന്റെ ഡെറിവേഷൻ, അതും എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇനി വരുന്നത് ഈ ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷനിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകിൽ ആറ്റോമിക് മെഷീൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം, ഇല്ലെങ്കിൽ കോമ്പൗണ്ട് പെൻഡുലം. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, ബാക്കിയും ഇത് മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഈ മൂന്ന് എക്സ്പെരിമെന്റ് ആറ്റോമിക് മെഷീൻ അതുപോലെ തന്നെ കോമ്പൗണ്ട് പെൻഡുലം
കോമ്പൗണ്ട് പെൻഡുലം ആൻഡ് വേറെ ഏതാണ് വന്നത്? സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് പുറമെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ന്യൂട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉണ്ട്. എൽസി സർക്യൂട്ട്. ഓക്കെ, എൽസി സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സാമ്പിൾസ് അവിടെ എന്ത് ചെയ്യണം? ഇതൊക്കെ നമുക്ക് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഗ്രാഞ്ചിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലെന്തായാലും ഈ സിമ്പിൾ പെൻഡുലം ഒക്കെ 2-3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഈ ലഗ്രാഞ്ചിയൻ ചാപ്റ്ററിൽ പ്രോബ്ലം സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ന്യൂമറിക്കൽസ് അങ്ങനെ ഇല്ല. ഓക്കെ, ഇതിനകത്ത് ന്യൂമറിക്കൽസ് ചോദിക്കാറില്ല. പിന്നെ ഇതിൽ ചെറിയ ചെറിയ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ സൈക്ലിക് കോർഡിനേറ്റിനെ കുറിച്ച് നമ്മൾ ഹാമിൽട്ടോണിയൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ചിലത് ലഗ്രാഞ്ചിയനിൽ സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ടുള്ളത് ഹാമിൽട്ടണിൽ സൈക്ലിക് കോർഡിനേറ്റ് ആയിരിക്കുമോ, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് അവിടെ പ്രത്യേകിച്ച് നോക്കണം. അത് നമ്മുടെ ഈ ടെക്സ്റ്റിലും അതൊരു റെഡിമെയ്ഡ് ആൻസർ ആയിട്ട് അതിനകത്ത് വരുന്നില്ല. ഓക്കെ, അല്ലാത്ത നമ്മൾ നോക്കിയെടുത്താൽ അതിൻ്റെ ആൻസർ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? ആ എസ് സി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് നോക്കി പോവാതെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക? മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഞാനൊരു DLMS പ്രിൻസിപ്പിൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ DLMS പ്രിൻസിപ്പിളിൽ നിന്ന് വരുന്ന കാര്യം ഞാനത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് എടുത്ത് ക്ലാസ് കണ്ടു നോക്കുക. ആ ഒരു ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഫ്രം DLMS പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഗൈഡിലില്ല, നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റാണ് ഉള്ളത്, ക്ലാസിക്കൽ മെക്കാനിക്സ് JC ഉപാധിയുടെ. അപ്പോൾ ഞാൻ അത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നുകൂടി ഒന്ന് ആ ഒരു മെസ്സേജ് ഒന്നുകൂടി ഒന്ന് റീഫോർവേഡ് ചെയ്തിരിക്കാം. ഓക്കെ, അതൊന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കുക. ആ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ മെസ്സേജ് ഇട്ടാൽ മതി. നെക്സ്റ്റ് റിവിഷൻ ക്ലാസ് നമുക്കത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതിന് ഇതിനകത്ത് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ, LC സർക്യൂട്ടും സിമ്പിൾ പെൻ ഇതുപോലത്തെ കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂട്ടൺ ഇക്വേഷൻ നോക്കാം. ന്യൂട്ടൺസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ന്യൂട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ലഗ്രാഞ്ചിയനിൽ നമ്മളവിടെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ V is equal to 0 കൊടുക്കുന്നു. അപ്പോൾ ലഗ്രാഞ്ചിയൻ എന്ത് മാത്രമായിരിക്കും? ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ L is equal to T minus V ആണ്. അപ്പോൾ അവിടെ T മാത്രമായിട്ട് മാറും. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ 0 എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തെ കൺസ്ട്രെയിൻസ് എല്ലാം ഇതിനകത്ത് റിമൂവ് ചെയ്യാം. അങ്ങനെ ഞാൻ V എന്ത് ചെയ്തു? അവിടെ 0 ആക്കി മാറ്റി. അപ്പോൾ അവിടെ വെലോസിറ്റി അല്ല, അവിടുത്തെ പൊട്ടൻഷ്യൽ കമ്പോണന്റ് എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വിയുടെ വാല്യൂ കംപ്ലീറ്റ്ലി 0 ആക്കി മാറ്റി. അപ്പോൾ ഇവിടുത്തെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ലഗ്രാഞ്ചിനെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ലഗ്രാഞ്ചിയൻ ഇറ്റ് ഈസ് ദ d by dt of dou t by dou q dot j minus dou t by dou qj. ഓക്കെ, is equal to 0. ഇതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ടി എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു ടി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാണ്, കെ ഇ ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിയാണ്. ടി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ഈ വെലോസിറ്റി സ്ക്വയർ എന്ന് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് ശരിക്കും എക്സ് വൈ ഇസഡ് കമ്പോണൻസിന്റെ സമ്മാണ്. ഓക്കെ, അതായത് എക്സ് ആക്സിൽ മോഷൻ ഉണ്ടാവും, വൈ ആക്സിൽ മോഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇസഡ് ആക്സിസിൽ വരാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 കോർഡിനേറ്റിൽ എന്ത് ചെയ്യാം? മോഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് ശരിക്കും ഓരോ ഫംഗ്ഷനും, അതായത് എക്സിന്റെ ഫംഗ്ഷൻ, വൈയുടെ ഫംഗ്ഷൻ, ഇസഡിന്റെ ഫംഗ്ഷൻ, ഇതെല്ലാം എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഈ പൊസിഷൻ കോർഡിനേറ്റിലല്ല, അതായത് എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ, ഇസഡിന്റെ വാല്യൂ എന്താണ്? അവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ നമ്മൾ ന്യൂട്ടന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൽ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ബാക്കി ഡിറൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ കൈനറ്റിക് എനർജി മാത്രം എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഈക്വൽ ടു 0 ഇവിടെ ജനറലൈസ്ഡ് മൊമെന്റ് ആണ് കേട്ടോ, QJ വാല്യൂ ആണ്. ഓക്കെ, QJ വാല്യൂ.
ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വി ക്യാൻ റിട്ടൺ ആസ് ഡോ ടി ബൈ ഡോ എക്സ്, ഡോ ടി ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ഒയ്, ഡോ ടി ബൈ ഡോ ഐ ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ് 0. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്ന ഒരു മീനിങ്. ഓക്കെ, അത് നമുക്ക് ഓരോന്നിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു. പാർഷ്യൽ ഡെറിവേറ്റീവിൽ അതിന്റെ ഫംഗ്ഷൻ മാത്രമേ വരൂ. നമ്മൾ ഡോ ടി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ ഈ വൈയും ഇസഡും ഒക്കെ പോകും. ഓക്കെ, എക്സ് മാത്രമേ വരത്തുള്ളൂ. ഇനി അടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു എക്സ് ഡോട്ട് സ്ക്വയർ ആണ്, 2 വരും, 2 ക്യാൻസൽ ആവും, ബാക്കി എം എക്സ് മാത്രമേ വരത്തുള്ളൂ, ഡോ ടി ബൈ ഡോ എക്സ് മാത്രം. ഓക്കെ, അപ്പോൾ ഓരോന്നിലും എന്താണ് അതിന്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ, കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോ എക്സ് ബൈ ഡോ ടി എടുത്തു, ഇത് നമുക്ക് 0 എന്ന് കിട്ടി, ഇതെല്ലാം 0 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ മൈനസ് ഡോ ടി ബൈ ഡോ എക്സ് ഓരോന്നിലും ചെയ്യണം. ഓക്കെ, എക്സ് ആക്സിസിൽ ചെയ്യണം, ഒയ് ആക്സിസിൽ ചെയ്യണം, ഇസഡ് ആക്സിസിൽ ചെയ്യണം. ഓക്കെ, മൂന്നിലും ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ എക്സിന്റെ കാര്യം മാത്രമേ ചെയ്യുന്നത്. എക്സ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഡോട്ട് മൈനസ് 0 എന്ന് വരും. ഓക്കെ, -0. ഈ ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഈ എം നമുക്ക് പുറത്തെടുക്കാം. എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ് സാധാരണ. ഓക്കെ, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയുടെ വീണ്ടും ഡെറിവേറ്റീവ് മീൻസ് എന്താണ്? അപ്പോൾ ജസ്റ്റ് ഈക്വൽ ടു അതിന് തുല്യമാണ്. അത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, എം എ ആണ്. അതെന്താണ്? ഫോഴ്സ് ആണ്. എവിടുത്തെ ഫോഴ്സ് ആണ്? ആ എക്സ് കമ്പോണന്റിലെ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം നമുക്ക് 0 ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ ഡോ ടി ബൈ ഡോ എക്സും ഡോ ടി ബൈ ഡോ ഒയ്യും ഡോ ടി ബൈ ഡോ എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ എം എക്സ് ഡോട്ട് എന്ന് കിട്ടും. ഏതാണ്? ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ടിന്റെ വാല്യൂ. ഇത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് ഞാൻ ഇവിടെ പറയുന്നതിൽ ഈ ഒരു ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഇതിന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്, ഉണ്ടല്ലോ, ഈ വാല്യൂസ് ഇതെല്ലാം ഡോ ടി ബൈ ഡോ ക്യൂ ജെന്റെ വാല്യൂസ് ആണ്. ഓക്കെ, ഇത് ഡോ ടി ബൈ ഡോ എക്സിന്റെ വാല്യൂസ് ആണ്, സോറി എക്സ് ഡോട്ടിന്റെ വാല്യൂസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എം എക്സ് ഡോട്ട്, ബാക്കിയെല്ലാം എന്തായിരിക്കും? ഇതെല്ലാം 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ക്യാപിറ്റൽ ടി ബൈ ഡോ ഒയ് ഡോട്ട് ചെയ്യണം. ഒയ് ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ഒയ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യണം? വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേം 0 ആണെന്ന് അറിയാം, ഇത് 0 ആണ്. ബാക്കി ഡോ ടി ബൈ ഡോ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ഒയ് ഡോട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നേരത്തെ പോലെ എന്ത് കിട്ടും? എം എ എന്ന് കിട്ടും. ഏതിൻ്റെയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഒയ് കമ്പോണന്റ്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഇസഡ് കമ്പോണന്റ് നമുക്ക് അവിടെ എന്ത് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഇസഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഓക്കെ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡെറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് എക്സാമിനേഷൻ ഈ ഒരു ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ന്യൂട്ടൻസ് ലോ ഡെറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ കൊടുത്താൽ മതി. അവിടെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് ആദ്യം കൊടുത്തിരിക്കുക. ഓക്കെ, വി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റിൽ വി സികൾ 0 എന്ന് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് അവിടെ ഡോ ടി ബൈ ഡോ ഒയ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ ഡയറക്റ്റ് താഴെ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ 0 ആണ്, വെലോസ്കൈനറ്റിക് പൊട്ടൻഷ്യൽ 0 ആണെന്ന് കൊടുത്തതിന് ശേഷം ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ബിക്കം എൽ ഇസ് ഈക്വൽ ടു ടി എന്നായിട്ട് മാത്രമായിട്ട് മാറാം. അതിനുശേഷം എന്ത് ചെയ്യണം? ഡോ ടി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ഒയ് ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഡെറിവേറ്റീവ്സ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എം എ എന്ന് കിട്ടും. ഇത് എം എ എന്ന് എഴുതുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് എം എ എന്ന് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ അല്ലെങ്കിൽ എം എ എക്സ് എന്നും എം എ ഒയ് എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഡോട്ട് എന്ന് കൊടുത്തിട്ട് അത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, എം എ എന്ന് ഡയറക്റ്റ് എം എ എന്ന് മാത്രം എല്ലായിടത്തും എഴുതി വെക്കേണ്ട. എഴുതുന്നെങ്കിൽ എം എ എക്സ്, എം എ ഒയ്, എം എ ഇസഡ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഇതുപോലെ എഴുതുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എഴുതുന്ന സമയത്ത്. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്, ലഗ്രാഞ്ചിനെ യൂസ് ചെയ്തിട്ട്. ഇനി അടുത്ത് വരുന്നത് സിമ്പിൾ പെൻഡുലം ആണ്. സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ ഒരിക്കലും പോകില്ല കേട്ടോ. സിമ്പിൾ പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലം, ഇതൊക്കെ പഠിക്കാതെ പോകില്ല, കറക്റ്റ് ആയിട്ട് ചോദിക്കും എക്സാമിനേഷൻ. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിച്ചിട്ട് ഇതാണ് അതിൻ്റെ സ്ട്രിങ്, മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ടൈം ടിയിൽ ഇവിടെ എത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇതിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
സ്ട്രെങ്ത് ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് 2 കമ്പോണന്റ് വൈസ് ഒക്കെ റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കമ്പോണന്റ് വൈസ് റിസോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് അവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഡൗൺവേർഡിൽ ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് അവിടുത്തെ mg എന്ന് പറയുന്ന വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ജനറലൈസ്ഡ് നമ്മുടെ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഇസ് d by dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ, ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ക്യൂ കിടക്കുന്നത് വെച്ചാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണ്? തീറ്റയാണ്. തീറ്റയ്ക്ക് അനുസരിച്ചല്ല ഈ ഒരു മോഷൻ നടക്കുന്നത്. അപ്പോൾ തീറ്റ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, ലെങ്ത് ഒന്നും വേരി ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ലെങ്ത് ഒക്കെ കൺസ്ട്രെയിൻസ് ആണ്. ലെങ്ത് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ലെങ്ത് അതിന്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ തടസ്സമായിട്ട് എന്ത് ചെയ്തു, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ തീറ്റ മാത്രമായിട്ട് നമ്മൾ എടുക്കുവാണ്. ഓക്കെ, തീറ്റയ്ക്ക് അനുസരിച്ച് മാത്രമേ അവിടെ വേരിയേഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് ഞാൻ അവിടെ തീറ്റയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ, തീറ്റയാണ് ക്യൂ എന്ന് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറും? ദർ ഈസ് d by dt ഓഫ് ഡോ എൽ ബൈ, ഇത് ഡോ ആണ്, ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട്. ഓക്കെ, ആദ്യം ഈ ഡെറിവേറ്റീവിന്റെ കൂടെ വരുന്നതിലാണ് ക്യൂ ഡോട്ട് അല്ലെങ്കിൽ ഡോട്ട് വരുന്നത്, അത് ശ്രദ്ധിച്ചോളൂ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ. മൈനസ് അടുത്ത എന്താണ്? ഡോ എൽ ബൈ ഡോ തീറ്റ. അപ്പോൾ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഇനി ഇതിന്റെ ലഗ്രാഞ്ചിൻ എടുക്കുക. ലഗ്രാഞ്ചിൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ്. ഇവിടെ ഇതിനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതല്ല, ഒരു ഡെറിവേഷൻ വഴി ചെയ്യുന്നതല്ല, നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ഡെറിവേഷൻ വഴി എടുക്കുന്നതല്ല, ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് സിമ്പിൾ പെൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അല്ലല്ലോ, നമുക്ക് ലഗ്രാഞ്ചിന് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക, കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. ഇതിനകത്ത് നമുക്ക് ആ ഒരു ബാക്കി മാർക്കിങ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതാം. ടി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കൈനറ്റിക് എനർജി ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഇതാണ് വാല്യൂ. ആൻഡ് ഇതിൽ വെലോസിറ്റിയുടെ വാല്യൂ ആണ് ആർ ഒമേഗ എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, വെലോസിറ്റി കമ്പോണന്റ് ആണ് വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എൽ തീറ്റ ഡോട്ട്. ഇങ്ങനെയാണ് അത് വാല്യൂ വരുന്നത് കേട്ടോ. വി സ്ക്വയർ അല്ലേ, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് വി ഈക്വൽ ടു ആർ ഒമേഗ കൊടുക്കാം, എൽ തീറ്റ ഡോട്ട് എന്ന് കിട്ടും. അങ്ങനെ എടുക്കുന്നത്. ഇനി ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കും? ഇങ്ങെത്തുമ്പോൾ എക്സ്ട്രീം പൊസിഷനിലായിരിക്കും മാക്സിമം വരുന്നത്. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്താണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി, ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എ എന്നും ഇതിന് ഞാൻ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബിയിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ അവിടുത്തെ മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബി ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എം ജി എൽ 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഇതും കമ്പോണൻസ് റിസോൾവ് എടുക്കുന്ന വാല്യൂ ആണ് എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് അവിടെ എടുക്കുക. ഓക്കെ, രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, ടിയുടെയും ബിയുടെയും ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ ടിയുടെയും ബിയുടെയും ഡിഫറൻസ് എടുക്കുന്ന നമുക്ക് ഒരു വാല്യൂ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി ഇൻറ്റു എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, 1 മൈനസ് കോസ് തീറ്റ, ഇങ്ങനെ വരും. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് ആദ്യം ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ചെയ്യുക. ഓക്കെ, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ചെയ്യുക. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കുന്ന സ്റ്റെപ്പുകൾ ആ ക്ലാസ്സിലുണ്ട്, അത് നോക്കുക കേട്ടോ. ആ ക്ലാസ് ഒന്നുകൂടി നോക്കുക. ഓക്കെ, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് കൊടുക്കുക. അടുത്ത നേരെ എന്ത് ചെയ്യണം, ഇത് കിട്ടും, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട്. അതായത് ഇവിടെ നമുക്ക് തീറ്റ ഡോട്ട് എവിടെയാണ് ഫംഗ്ഷൻ വരുന്നത് അത് മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. ഇത് കോൺസ്റ്റന്റ് നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, ഇതവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ ടേം അവിടെ വരത്തില്ല. അങ്ങനെ നമുക്ക് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടിന്റെ വാല്യൂ എന്താണ്? എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് എന്നാണ് വരുന്നത്. ഓക്കെ, എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് വരും. അതേപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം, ഡോ എൽ ബൈ ഡോ തീറ്റ ചെയ്യണം. ഡോ എൽ ബൈ ഡോ തീറ്റ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടും ചെയ്യണം, ഡോ എൽ ബൈ ഡോ തീറ്റയും ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേം അവിടെ 0 ആയിട്ട് പോകും. ബാക്കി ഇപ്പുറത്തെ ടേം മാത്രമേ വരത്തുള്ളൂ. എന്താ കിട്ടുന്നത്? മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, എം ജി എൽ സൈൻ തീറ്റ. ഇനി നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഇരിപ്പുണ്ട്. ഈ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടിന്റെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എടുത്ത് നേരെ എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അടുത്ത് ഈ ഒരു ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യണം, അതിനെ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ആ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ കിട്ടാം. എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട്
പ്ലസ് mgl സൈൻ തീറ്റ എന്ന് കിട്ടാം. ഓക്കെ, mgl സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് തീറ്റ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് g/l തീറ്റ എന്നൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷൻ. ഇനി അടുത്ത് ഇതേപോലെ തന്നെ ആറ്റ്വുഡ് മെഷീൻ ആണ് വരുന്നത് അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആറ്റ്വുഡ് മെഷീൻ ആണ്. നമുക്ക് ആറ്റ്വുഡ് മെഷീൻ നോക്കാം. ഓക്കെ, ആറ്റ്വുഡ് മെഷീൻ. അപ്പോൾ ആറ്റ്വുഡ് മെഷീന്റെ ആ ഒരു ഫിഗർ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പുള്ളി വരും, 2 മാസം നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കും. ഒരു M1 മാസം, മറ്റൊരു M2 മാസം. ഓക്കെ, ഒരു M1 മാസം, ഒരു M2 മാസം അറ്റാച്ച് ചെയ്തിരിക്കും. അതിൻ്റെ ഇവിടുത്തെ ലെങ്ത് ഒക്കെ വൈസ് നമ്മളവിടെ L-X എന്നും X എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, L മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ പോലെ ഇവിടുത്തെ ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്, മുകളിലോട്ടും താഴോട്ടും മാത്രമേ മോഷൻ ഉള്ളൂ. ഓക്കെ, സൈഡ് വൈസ് ഒന്നും മൂവ്മെന്റ് ഇല്ല. അപ്പോൾ അതായത് നമുക്ക് എക്സ് ആക്സിൽ മാത്രം അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റിൽ മാത്രം ഒരു മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. ഓക്കെ, എക്സ് ആണ് നമ്മുടെ ക്യൂവിന്റെ സ്ഥാനത്ത് വരേണ്ടത്. ക്യൂ ഇസിക്കൽ ടു എക്സ് എന്ന് കൊടുക്കാം. നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. ഓക്കെ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഇതല്ലേ ഡെറിവേഷൻ. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ, കൈനറ്റിക് എനർജി T is equal to ഹാഫ് M1 പ്ലസ് M2, M1 പ്ലസ് M2 ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ ആയിരുന്നു. ഓക്കെ, എക്സ് ഡോട്ട് സ്ക്വയർ. അതേപോലെ തന്നെ ഇവിടുത്തെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു, മൈനസ് M1 G എക്സ് മൈനസ് M2 G ഇൻറ്റു എൽ മൈനസ് എക്സ്. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ പറയുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ഒരു റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സെക്ഷൻ ഓരോന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ L എടുക്കുക. L is equal to T-3, L is equal to T-3 എന്ന് കിട്ടാം. അടുത്ത് എന്ത് ചെയ്യണം, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എടുക്കണം അതിൻ്റെ. ഓക്കെ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ടും നമുക്ക് ആ എക്സ് ഡോട്ട് മാത്രമുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഡോ എൽ ബൈ ഡോ എക്സ് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യും, നമുക്കവിടെ എക്സ് ഡബിൾ ഡോട്ടിൻ്റെ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, M1 പ്ലസ് M2 ഈ ഒരു ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്കവിടെ അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, എക്സ് ഡബിൾ ഡോട്ട് ആണ്. എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ന ഫോമിലായിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത് കോമ്പൗണ്ട് പെൻഡുലം വരുന്നുണ്ട്. ഓക്കെ, കോമ്പൗണ്ട് പെൻഡുലം. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് പെൻഡുലം ആണ്. അപ്പോൾ കോമ്പൗണ്ട് പെൻഡുലത്തിനെ സംബന്ധിച്ച് നമുക്ക് ആ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസിലാണ് അതിനകത്ത് പറയുന്നത്. കാരണം നമുക്കറിയില്ല, കോമ്പൗണ്ട് പെൻഡുലം നമ്മൾ S1 പഠിക്കുമ്പോഴേ നമ്മളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന ആ സെക്ഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസിലൊക്കെ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് മാസ് എന്ന കൺസെപ്റ്റിൽ വരെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന ടേംസിലാണ് ഇതിന്റെ കൈനറ്റിക് എനർജി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടിയുടെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാകും, T is equal to ഹാഫ് ഇൻറ്റു ഐ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതാണ് വരുന്നത്. ഓക്കെ, ഐ തീറ്റ ഡോട്ട് സ്ക്വയർ. ഐ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, മാസ്. ഐ എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാസിന് ഇക്വലന്റ് ആണ്. തീറ്റ ഡോട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും തീറ്റ മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ സിമ്പിൾ പെൻഡുലം പോലെയാണ് ഇങ്ങനെ ഒരു ഫിഗർ അല്ലേ വരുന്നത്. ഒരു കോമൺ ബോർ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ എന്നൊരു വാല്യൂ വരും. ശരിക്കും തീറ്റ മീൻസ് ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ ഡോട്ട് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആയിട്ട് മാറും, സ്ക്വയർ. ഓക്കെ, ഹാഫ് എം ബി സ്ക്വയർ എന്ന ഫോമാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിനെ നമുക്ക് മാസിന്റെ ഇക്വേഷനിലോട്ട് മാറ്റാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസിൽ നേരെ മാസിലോട്ട് മാറ്റാം. മാസിലോട്ട് മാറ്റുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ, ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും കേട്ടോ. അത് മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രോപ്പർട്ടി വെച്ചിട്ട് മാറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അത് ഏതായാലും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും, അവിടെ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഓക്കെ, അത് നോക്കുക. ഇനി ഇവിടുത്തെ കൈനറ്റിക് എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി V is equal to മൈനസ്
mgl cos തീറ്റ മൈനസ് mgl cos തീറ്റ ആയിരിക്കും. ലഗ്രാഞ്ചിന് ഈക്വൽ ടു ടി മൈനസ് ബി. ഓക്കെ, ലഗ്രാഞ്ച് ടി മൈനസ് ബി ആണെന്ന് അറിയാം. നേരെ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂവിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് രണ്ട് സമ്മായിട്ട് മാറും. ഓക്കെ, ഇതും പ്ലസ് ആയിട്ട് മാറും. അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ അതായത് ഹാഫ് എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, പ്ലസ് എം ജി എൽ കോസ് തീറ്റ എന്ന ഫോമിലോട്ട് മാറും. ഓക്കെ, എം ജി എൽ കോസ് തീറ്റ. അപ്പോൾ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എടുക്കുക. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ആൻഡ് ഡോ എൽ ബൈ ഡോ തീറ്റയും എടുക്കുക. ഓക്കെ, തീറ്റ ഡോട്ടും എടുക്കണം, തീറ്റയും എടുക്കണം. അതായത് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് അത് മാറുന്നത്. ഒന്ന് 0 ആയിട്ട് പോകുമ്പോൾ മറ്റൊരു ടേം കൂടെ ഉണ്ടാവും. ഓക്കെ, ഡെറിവേറ്റീവ് ഇവിടെ കിട്ടും. അതിനുശേഷം ഇതിനെ ലഗ്രാഞ്ചിൻ ഇക്വേഷനിൽ കൊടുക്കുക. ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഡി ബൈ ഡി ടിക്ക് അകത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് ലാസ്റ്റ് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ സൈൻ തീറ്റ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, കെ സ്ക്വയർ പ്ലസ് സ്ക്വയർ സൈൻ തീറ്റ. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പ്ലനേഷനിൽ വരുന്ന എക്സാമ്പിൾസ്. പിന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു എൽ സി സർക്യൂട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ആ ടെക്സ്റ്റിൽ, നിങ്ങളുടെ ഗൈഡിനകത്ത്. ഓക്കെ, വിവേകാനന്ദ പബ്ലിക്കേഷൻ ഗൈഡിനകത്ത് ഇത് ചോദിച്ചിട്ടുള്ള ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എൽ സി സർക്യൂട്ടാണ്. അത് എൽ സി സർക്യൂട്ടിൽ വേറൊന്നുമില്ല, അതിനകത്ത് കൈനറ്റിക് എനർജിയുടെ വാല്യൂ എടുക്കുക. എല്ലാത്തിലും അത് തന്നെയാണ്, കൈനറ്റിക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചാൽ അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ചെയ്താണ് ശരിക്കും കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിനകത്തെല്ലാം പ്രത്യേകിച്ച് ഓർമ്മ എഴുതുക. അതായത് ന്യൂട്ടൺ ഇക്വേഷൻ എഴുതുക, അടുത്ത എൽ സി സർക്യൂട്ട് കൊടുക്കുക, സിമ്പിൾ പെന്നെല്ലാം കോമ്പൗണ്ട് പെന്നെല്ലാം ആക്ച്വൽ മെഷീൻ. മൂന്നിൻ്റെ കൈനറ്റിക് എനർജി വാല്യൂ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി വാല്യൂ എന്താണെന്ന് കാണാൻ പഠിച്ച് വെച്ചേക്കുക. അതിൽ ന്യൂട്ടൻ്റെ ഇക്വേഷനിൽ പൊട്ടൻഷ്യൽ ഇല്ല, ബാക്കി എല്ലാത്തിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജീസ് മൂന്നും പഠിച്ചു വെച്ചേക്കുക. ബാക്കി നമുക്ക് ഡെറിവേഷൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തെടുക്കാം. പിന്നെ വേറെ കുഴപ്പമില്ല. ആകെ കാണാൻ പഠിച്ചു വെക്കേണ്ടത് ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ആദ്യം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്ത് നമ്മൾ പൊട്ടൻഷ്യൽ എഴുതും. പൊട്ടൻഷ്യൽ എഴുതി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ലഗ്രാഞ്ചിൽ എടുക്കും. അതെന്ന് പറയുന്നത് ടി മൈനസ് വി ആണെന്ന് എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എടുക്കുന്നു. തീറ്റ ഡോട്ട് കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആൻസർ അടുത്തല്ല അടുത്തെടുക്കുന്നത്, ഈ ഒരു വാല്യൂ തന്നെയാണ് അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡോ എൽ ബൈ ഡോ തീറ്റയും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഡോ എൽ ബൈ ഡോ തീറ്റയും ഇത് ഡിറ്റർമിൻ ചെയ്തു. ഇത് നമ്മൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ കൊടുക്കുന്നു. എന്താണ്, ഡി ബൈ ഡി ടി ഓ ഇവിടെ എടുത്തതിൻ്റെ, ഇവിടെ കിട്ടിയതിൻ്റെ ഒരു ഡെറിവേറ്റീവ് നമ്മൾ ഒരിക്കൽ കൂടി എടുക്കേണ്ടി വരും. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടിൻ്റെ ഒരു ഡെറിവേറ്റീവ് കൂടി എടുക്കേണ്ടി വരും, മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എൽ സി സർക്യൂട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ക്യൂ ഡോട്ട് സ്ക്വയർ ആണ്. ഓക്കെ, ക്യൂ ഡോട്ട് സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ ടു സി ആണ്. ക്യൂ സ്ക്വയർ ബൈ ടു സി ആണ് വരുന്നത്. ഓക്കെ, ക്യൂ സ്ക്വയർ ബൈ ടു സി. അപ്പോൾ ലഗ്രാഞ്ചിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നേരെ ഇതിൻ്റെ ടി മൈനസ് വി എടുക്കുക. ടി മൈനസ് വി എടുത്തിട്ട് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കൊടുക്കുക. ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുക. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ റിസൾട്ട് തന്നെ എൽ ഇൻറ്റു ടി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ സി ഈക്വൽ ടു 0 എന്ന് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചിൻ ഓഫ് ദ സിസ്റ്റത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലഗ്രാഞ്ചിൻ എന്ന ചാപ്റ്ററിൽ പ്രോബ്ലം സെക്ഷനായിട്ട് ന്യൂമറിക്കൽസ് അങ്ങനെ കാണത്തില്ല, ന്യൂമറിക്കൽസ് വരാറില്ല. ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ഓരോ എക്സാമ്പിൾസ് തന്നിരിക്കും, അതിൻ്റെ എന്ത് ചെയ്യുക, ലഗ്രാഞ്ച് ഡിറ്റർമിൻ ചെയ്യുക. ചിലപ്പോൾ അവർ ഇതൊന്നും ഇല്ല, നിങ്ങളിപ്പോൾ ഈ പഠിച്ചിട്ടുള്ള ഒന്നും അല്ലാതിരിക്കില്ല, ചിലപ്പോൾ അവർ കൈനറ്റിക് എനർജി തരും. ഓക്കെ, ഏതെങ്കിലും സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി ഇന്നതാണെന്ന് തരും. അത് പൊട്ടൻഷ്യൽ എനർജിയും തന്നിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ലഗ്രാഞ്ചിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഈ മെത്തേഡ് ഫോംസ് ഓർമ്മിക്കുക. അതാണ് ഞാൻ പറഞ്ഞ മെത്തേഡാണ് പഠിക്കേണ്ടത്, കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, മെത്തേഡ് പഠിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഏത് കിട്ടിയാലും എഴുതാൻ പറ്റും. ഓക്കെ, അത് ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലഗ്രാഞ്ചിൻ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഹാമിൽട്ടൺ ഇതുപോലെ തന്നെയാണ്. ഹാമിൽട്ടൺ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹാമിൽട്ടനും ഇതുപോലെ ഈസിയാണ്. പിന്നെ അതിനകത്ത് ആദ്യം ഒരു സൈക്ലിക് കോർഡിനേറ്റ് എന്ന് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇതിൽ ആ ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ പെട്ടെന്ന് നമുക്കത് മാറിപ്പോകും, ആ ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ആ ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ ഇത് ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ പറഞ്ഞില്ല. ക്ലാസ് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി ഒന്ന് കണ്ട് ക്ലിയർ ആക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ലഗ്രാഞ്ചിൻ എന്ന സെക്ഷനിൽ
ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ലഗ്രാഞ്ചിയനിലെ ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.